ആരാണ് കേരളത്തിൽ ദേശീയപാതയുടെ കാലൻ? ദേശീയപാത അതോറിറ്റിയാണോ, കരാർ കമ്പനികളാണോ, അതോ പൊതുമരാമത്ത് മന്ത്രിയാണോ? ഇവരാരുമല്ല, പിന്നെ ആര്? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ നാഷണൽ ഹൈവേയുടെ കാലനാണെന്ന് റിയാസ് പറയുമ്പോൾ കേരളത്തിന്റെ കാലൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ എന്നെയല്ലേ ഉദ്ദേശിച്ചത്? റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലന്റെ സഞ്ചാര വാഹനം എന്ന് പറഞ്ഞാൽ പോത്താണല്ലോ. അയ്യോ, ഇതെന്താ കാമ്പടല്ലേ പോത്ത്? പിന്നെ കേരളത്തിലെ കാലന്റെ സഞ്ചാര വാഹനം ആയ പോത്തിന് തുല്യമായിട്ടാണ് റിയാസിന്റെ പ്രസ്താവനയെ കാണാൻ സാധിക്കുന്നത്. ദേശീയപാതയുടെ കാലനാണ് KC വേണുഗോപാൽ MP. നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആ ഒറ്റ കാലനെ ഉള്ളത് ഞാനാ. റോഡ് മാത്രമല്ല തകരുന്നത്, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിലവാര തകർച്ച കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാകുന്നത്. ഈ റോഡുകൾ കാലന്റെ പണിയെടുക്കാതിരിക്കാനാണ് ഇത് സുരക്ഷിതമായി തീർക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. കേരളത്തിൽ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഈ ഗർത്തം ചർച്ച ചെയ്യാനേ പാടില്ല എന്നാണോ അദ്ദേഹത്തിന്റെ അഭിപ്രായം? സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ളൂ, സുന്ദര കാലമാടൻ. അതിന് പറയുന്നുണ്ടെ കാലൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണോ വേണ്ടത്? ഇത്രയും സൗന്ദര്യവും മുഖശ്രീയുള്ള കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഭരണഘടനാ സ്ഥാപനമാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു മനോഭാവം. അത് സ്വാഭാവികമാണ്. മൂക്കാതെ പഴുത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. പാർലമെന്റിലെ PSCക്ക് സംസ്ഥാനത്തെ PSCയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. KC വേണുഗോപാൽ അവിടുത്തെ ചെയർമാനാണ്. അതാണ് ഞാൻ പറഞ്ഞ PSCക്ക് ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അതിനെ ഭയപ്പെടുന്ന എന്തിനാ ഇവരെന്തിനാ പേടിക്കുന്നത്? അതിപ്പോ പേടിന്ന് വിളിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാ പേടിയല്ല, ഒരു ഭ്രമം, ഒരുതരം പരിഭ്രമം. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ചിലയിടങ്ങളിൽ തകർന്നത് ഇവിടെ രാഷ്ട്രീയ വിവാദമാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പ്രത്യേകിച്ചും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതാ കിട്ടിപ്പോയി എന്ന് തോന്നുന്ന നിലയിൽ ഒരു സുംബ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ചില പ്രസ്താവനകൾ ചില പ്രതിപക്ഷ നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്നത്. ഒരു സുംബ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ചില പ്രസ്താവനകൾ. ഞങ്ങളാരും ഹൈവേ തകർന്നതിന്റെ പേരിൽ ഇവിടെ ആഘോഷമൊന്നും നടത്തുന്നില്ല. മുഹമ്മദ് റിയാസിന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാതെ, നിങ്ങൾ മോണിറ്റർ ചെയ്യാതെ ഈ വലിയ തോതിലുള്ള അപകടമുണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ? ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പം. അയ്യോ, എന്നാ അത് വേണ്ട. ഈ സെക്കൻഡ് വരെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ നിന്ന് ചെന്ന് നോക്കാൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ തകർന്നു കിടക്കുന്ന ഹൈവേയുടെ കൂടെ തന്റെ ചിത്രം കൂടെ വന്നാൽ ആ തകർച്ചയുമായി തന്റെ കെട്ടിപ്പൊക്കിയ ഇമേജിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതുവരെ അവിടെ പോവാത്തത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല.